ഹലോ ഹായ് നമസ്കാരം. ടേസ്റ്റി ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഖത്തറി അറബികളുടെ ട്രഡീഷണൽ ഡിഷായ യെയ്ഷ് അഹ്മറാണ്, അഥവാ ഷുഗർ റൈസ്, പഞ്ചസാര ചോറ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി 1.5 കപ്പ് അരിയെടുത്ത് 3 പ്രാവശ്യം കഴുകി അത് അരമണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി വെക്കുക. ഒരു ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3.5 കപ്പ് ഷുഗർ ആഡ് ചെയ്യുക. ചെറിയ തീയിൽ വേണം വെക്കാൻ. 1 കപ്പ് റൈസിന് 2 കപ്പ് ഷുഗർ എന്ന രീതിയിലാണ് എടുക്കേണ്ടത്. ഞാൻ ഇവിടെ 1.5 കപ്പിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് 3.5 കപ്പ് ഷുഗർ ഇടുന്നത്. ഈ ഒരു റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. കുട്ടികൾ അടുത്തില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇത് ഷുഗർ ആയതുകൊണ്ട് കുട്ടികളുടെ മേലോ നമ്മുടെ മേലോ ചെറിയൊരു ടച്ച് ഉണ്ടായാൽ തന്നെ നമ്മുടെ സ്കിന്ന് വരെ പൊളിഞ്ഞു പോരും. അത്രക്കും ഡേഞ്ചറാണ്. നമ്മൾ ഇത് ഒരിക്കലും കൈ കൊണ്ട് ടച്ച് ചെയ്യരുത്. ഒരു കയ്യിൽ കൊണ്ട് മാത്രം ഇളക്കുക. 3 കപ്പ് ഷുഗർ പാത്രത്തിലിട്ടതിന് ശേഷം നന്നായി ചെറിയ തീ വെച്ച് നന്നായി ഇളക്കി കൊടുക്കുക. തീ കൂടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീ കൂടിയാൽ നമ്മുടെ ഷുഗർ റൈസിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. ചെറിയ തീയിൽ ഇത് ഷുഗർ മൊത്തം ഒന്ന് അലിയിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇത് ഉണ്ടാക്കുമ്പോൾ കുട്ടികളെ വളരെയധികം ശ്രദ്ധിക്കണം. ഇത് വളരെ ഡേഞ്ചറാണ്. ഇതിൽ നിന്ന് ഒരു ഡ്രോപ്പ് തന്നെ നമ്മുടെ കയ്യിലോ കുട്ടികളുടെ മേലോ ആയാൽ വളരെ ഡേഞ്ചറാണ്. നമ്മുടെ സ്കിന്ന് തന്നെ പൊളിഞ്ഞു പോരാനും കാരണമാകും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്തും തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. അല്ലെങ്കിൽ നമ്മുടെ മേലിലേക്ക് തെറിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതുപോലെ നന്നായി വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കുക. സാവധാനം ഇളക്കുക. ടൈം എടുത്ത് മാത്രം ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ഷുഗർ റൈസ് പെർഫെക്റ്റ് ആവുകയുള്ളൂ. ഇപ്പോൾ ഷുഗർ അലിഞ്ഞു വരുന്നുണ്ട്. വീണ്ടും ഇളക്കുക. ഇത് നല്ലവണ്ണം മെൽറ്റ് ആവണം. നല്ലവണ്ണം മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ഇളക്കണം. ഇളക്കുമ്പോൾ മരത്തിൻ്റെ സ്പൂൺ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇരുമ്പിൻ്റെ സ്പൂണോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്പൂണോ ആകുമ്പോൾ നമ്മുടെ കൈ ചൂടാവാൻ സാധ്യതയുണ്ട്. ഷുഗർ ഒരിക്കലും കൈകൊണ്ട് തൊടരുത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിൽക്കാതെ ഇളക്കുക. ചെറിയ തീയിൽ മാത്രം വെക്കുക. ഇപ്പം കുറച്ച് കൂടുതൽ മെൽറ്റായി വരുന്നുണ്ട്. അതിൽ ഷുഗറിൻ്റെ ഒരു കണികയും ഉണ്ടാകാൻ പാടില്ല. മൊത്തം അതിൽ മെൽറ്റാവണം. ഇതുപോലുള്ള അടിപൊളി വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായും രേഖപ്പെടുത്തണേ. ഇപ്പോൾ നമ്മുടെ ഷുഗർ അലിഞ്ഞ് വരുന്നുണ്ട്. ഇനിയും കുറച്ചും കൂടെ അലിയാനുണ്ട്. നന്നായി ചെറിയ തീയിൽ വെച്ച് തിളപ്പിക്കുക. ഇപ്പോൾ നല്ലവണ്ണം അലിഞ്ഞു. ഇനി 1 മിനിറ്റോ 2 മിനിറ്റും കൂടെ ഒന്നും കൂടിയും വെച്ച് വേവിക്കുക. ആ ചോറിന് നല്ലൊരു ബ്രൗണിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ്. അതിനുശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പരുവത്തിലായാൽ ഇനി നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാം. ആദ്യമായി ഫ്ലെയിം ഓഫാക്കുക. 2 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് വേണ്ടത്. 2 മടങ്ങ് വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2 കപ്പ് റൈസാണെന്നുണ്ടെങ്കിൽ 6 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫാക്കി എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് നല്ല പുക എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓണാക്കിയതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് എങ്കിൽ മൊത്തം നമ്മുടെ കയ്യിലേക്കൊക്കെ തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചെറിയ തീയിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടിയിൽ ഷുഗർ കട്ട പിടിച്ചതുപോലെ ഉണ്ടാകും. അത് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക. മൊത്തം വെള്ളത്തിൽ അലിഞ്ഞ് തന്നെ കിട്ടണം.
ഇതിലേക്ക് ഇനി കുറച്ച് കുമിൻ സീഡ് ആഡ് ചെയ്യുക. ഒരു 2-3 നുള്ള് കുമിൻ സീഡ് ആഡ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് കുമിൻ സീഡ് ആഡ് ചെയ്തത്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കുക. അരി ഇടുന്നതിന് മുമ്പ് ഇതിൽ കട്ടയില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇതിലേക്ക് 2 നുള്ളു ഉപ്പും ഇടുക. നന്നായി തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഊറ്റി വെച്ച റൈസ് ആഡ് ചെയ്യാം. നമ്മൾ റൈസ് ഇട്ട് ഇത് നമ്മൾ സാധാ ചോറുണ്ടാക്കുന്ന രീതിയല്ല. റൈസ് ഇട്ടതിന് ശേഷം നമ്മൾ ചെറിയ തീയിൽ വെച്ച് ഒരു അരമണിക്കൂറോളം വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ റൈസ് കുക്കാവുകയുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കരുത്, അരി മുറിയാൻ കാരണമാകും. നന്നായി ചെറിയ തീയിൽ ഇങ്ങനെ തിളക്കണം, വീഡിയോയിൽ കാണുന്ന രീതിയിൽ. അങ്ങനെ മൂടി വെക്കുക. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ് വരെ ടൈം എടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ ഉപയോഗിച്ച അരി ബസുമതി റൈസാണ്. വെള്ളം ഓവർ ഒഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അധികം ഒഴിച്ചാൽ ചോറിൻ്റെ കളർ മാറാൻ സാധ്യതയുണ്ട്. അഥവാ വെള്ളം കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ ടൈമിൽ മാത്രം കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്യുക. അത് തന്നെ തിളപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണാം റൈസ് വെന്തതായിട്ട്. അതിനുശേഷം നമുക്ക് ഊറ്റിയെടുക്കാം. ഇത് ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 35 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഊറ്റിയെടുത്ത് ചെമ്പിലേക്ക് ഇടുക. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, സൺഫ്ലവർ ഓയിൽ. എന്നിട്ട് 2-3 മിനിറ്റ് അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒന്ന് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഓഫാക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ബ്രൗൺ റൈസ് റെഡി. ഇത് അറബികൾ സാധാ മീൻ കറിയുടെ ഒപ്പമാണ് കഴിക്കാറ്. വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.